നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് KL7 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രജിസ്ട്രേഷൻ ഇന്നോവ 2015 മോഡലാണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2015 രജിസ്ട്രേഷൻ ഇന്നോവയാണ്. G4 വാഹനമാണിത്. വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണെന്നാണ് പറയാനായിട്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. നമുക്ക് റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഫെൻഡറൊക്കെ നോക്കിക്കഴിഞ്ഞാലും സ്ക്രാച്ചസോ ഡാമേജോ ഒന്നുമില്ല. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 90% ടയേഴ്സ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഡോർസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ലൈൻ ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണെന്നാണ് പറയാനായിട്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ 45% എബോവ് ടയേഴ്സ് ബാക്ക് ടയറും വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ ഡിഫോഗർ ലൈൻ അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇന്നോവയ്ക്ക് അറിയാം, അത്യാവശ്യം നമുക്ക് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ലഗേജസ് കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ബാക്ക് ടയർ എബോവ് 90% ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട്. ഫ്രണ്ട് ടയറും ഒരു 95% ടയേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2015 മോഡൽ ഇന്നോവ രജിസ്ട്രേഷൻ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1,99,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 2 ലക്ഷം കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാലും കമ്പനിയിൽ നിന്ന് അതേ രീതിയിൽ തന്നെ നിൽക്കുന്ന ഫാബ്രിക് സീറ്റ്സാണ് വരുന്നത്. റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാലും വളരെ വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. 7 സീറ്റർ വാഹനമാണിത്. അപ്പോൾ ഇതിനകത്തൊരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റമൊക്കെ കൊള്ളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്ന ഒരു ഇന്നോവ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2015 രജിസ്ട്രേഷൻ ഇന്നോവ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1500 cc ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 102 PS പവറും അതുപോലെ തന്നെ 200 ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 9 to 12 കിലോമീറ്ററാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു മൈലേജൊക്കെ കിട്ടുന്ന MPV സെഗ്മെൻറ്റിൽ വരുന്ന നല്ലൊരു വാഹനമാണ് ഇന്നോവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓരോരുത്തരേക്ക് എടുക്കാം. 2015 രജിസ്ട്രേഷൻ ടയോട്ട ഇന്നോവയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 8,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന ടെസ്റ്റ് ഡ്രൈവ് ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം.